ധന്യ നടൻ വിനായകൻ ലക്കും ലഗാനും ഇല്ലാതെ ഓരോന്നൊക്കെ വിളിച്ചു പറയുകയും നഗ്നതാ പ്രദർശനമൊക്കെ നടത്തുകയും വലിയ വാർത്തകളായിട്ടുള്ള ആളാണ്. കഴിഞ്ഞ ദിവസവും ഒരു മാധ്യമപ്രവർത്തകയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടു. അതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായി. KUWJ അടക്കം രംഗത്ത് വന്നു, പ്രസ്താവന ഇറക്കി. തൊട്ടു പിന്നാലെ ഒരു മാപ്പും ഒരു കൂപ്പുകയും വന്നു. ഇപ്പോൾ എന്താണ് വിനായകൻ്റെ സ്റ്റാറ്റസ്? വിനായകന്റെ സ്റ്റാറ്റസിനപ്പുറം ആ മാധ്യമ പ്രവർത്തക നല്ല ഉഗ്ര മറുപടി കൊടുത്തിട്ടുണ്ട്. ന്യൂസ് 18 അപർണയാണ് ആ മാധ്യമ പ്രവർത്തക, അപർണക്കുറുപ്പ്. അപ്പോൾ ഈ വിനായകന്റെ ഒരു സൂക്കേടെന്ന് പറഞ്ഞാൽ മിണ്ടിയാൽ ഉടനെ തുണി പൊക്കി കാണിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അടിച്ച് കിറങ്ങി കൂട്ടിയിട്ട് കത്തിച്ചൊക്കെ മനുഷ്യരെ കിടന്ന് തെറി വിളിക്കും. ഈ അടുത്ത ദിവസങ്ങളിൽ യേശുദാസിനും അടൂർ ഗോപാലകൃഷ്ണനും എതിരെ ഇയാളൊരു പോസ്റ്റ് ഇട്ടു. എൻ്റെ അമ്മയെ, ഇത്രയും വൃത്തികെട്ട ഒരു പോസ്റ്റ്! ഗാനഗന്ധർവനും സിനിമയിലെ എല്ലാ മേഖലകളും കൈകാര്യം ചെയ്യുന്ന, അതായത് സംവിധാനത്തെ, സിനിമയെ ഏതൊക്കെ തലത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് കാണിച്ചു തന്ന ഒരു വലിയ മനുഷ്യനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് മറ്റ് പല വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്രയും എന്താ പറയുക, ലെജൻഡുകളെ കുറിച്ചിട്ട് പറയുന്ന ഏറ്റവും മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഏത് വേട്ടാവളിയാണ് ഈ പോസ്റ്റ് ഇട്ടത്? എന്തോ ഇത് സോഷ്യൽ മീഡിയയിൽ എന്താ പറയാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് വിനായകൻ. അപ്പം ഞാൻ കരുതി ഇയാൾക്ക് ഇത്ര തലയ്ക്കകത്ത് ഇത്ര ആൾ താമസമേ ഉള്ളൂ, ഇത്ര വിവരമേ ഉള്ളൂ. അത് എന്തെങ്കിലും മിണ്ടിയാൽ ജാതിക്കാട് ഇറക്കും. ഇതിലുള്ള ആളുകളുടെ ഒരു പ്രശ്നമാണ്. മിണ്ടിക്കഴിഞ്ഞാൽ പറയും ഞാൻ ഇന്ന ജാതി ആയതുകൊണ്ടാണ് എന്നെ അത് വെച്ച് ഇതാക്കുന്നതെന്ന് പറഞ്ഞ് ജാതിക്കാട് ഇറക്കും. അതായത് അപർണയോട് പറഞ്ഞത് കുനിഞ്ഞു നിന്ന് മാധ്യമ പ്രവർത്തനം നടത്താതെ നട്ടല് നിവർത്തി നിന്ന് മാധ്യമ പ്രവർത്തനം നടത്തൂ എന്നാണ്. അങ്ങനെ അപർണക്കുറുപ്പിനെ പച്ചത്തെറിയാണ്. അതിൽ പലതും പറയുന്നുണ്ട്. അതായത് ഈ സമൂഹത്തിൽ ബ്രാഹ്മണനിലും നമ്പൂതിരിയിലും നായരിലും കുറുപ്പിലും വാര്യരിലും ഈഴവനിലും എല്ലാം കള്ളനും കൊള്ളക്കാരനും പെണ്ണുപിടിയനും അടങ്ങുന്ന വൃത്തികെട്ടവന്മാർ ഉണ്ടാകുമ്പോൾ ആ വൃത്തികെട്ട മനുഷ്യമൃഗ ശരീരങ്ങൾക്ക് മാത്രം നാണക്കേട് ചാർത്തി കൊടുക്കുകയും വിനായകൻ എന്ന മനുഷ്യമൃഗം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വിനായകന്റെ സമൂഹത്തിനാകെ നാണക്കേട് പട്ടം ചാർത്തി കൊടുക്കുന്ന നിന്റെയൊക്കെ വൃത്തികെട്ട കൂട്ടിക്കൊടുപ്പ് മാധ്യമ ചിന്താഗതിയാണ് യഥാർത്ഥ അസഭ്യം. ഇങ്ങനെയാണ് അയാൾ പറയുന്നത്. ഇതിനെ ഒരു വീഡിയോയിലൂടെയാണ് നമ്മുടെ അപർണക്കുറുപ്പ് മറുപടി നൽകിയിരിക്കുന്നത്. അവർ പറയുന്നത് വിനായകൻ സാറിന്റെ കരണം പൊട്ടിച്ചാണ് അപർണ മറുപടി നൽകിയിരിക്കുന്നത്. നാളിതുവരെ ദളിതർക്ക് വേണ്ടി ഒരു സമരമോ മുദ്രാവാക്യമോ വിളിച്ചിട്ടില്ലാത്ത, സ്വന്തം കയ്യിലിരിപ്പിന് പോലീസ് തൂക്കുമ്പോൾ രക്ഷപ്പെടാൻ ദളിത് കാർഡ് ഇറക്കി ഇരവാകം മുഴക്കുന്ന ആളാണ് വിനായകൻ. അപർണ ചാനലിൽ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയിലാണ് അവർ പറയുന്നത് വിനായകൻ ഒരു വിഴുപ്പെന്നാണ്. വിനായകൻ ഒരു വിഴുപ്പാണ്. ദളിതന്റെ അവകാശ സമരങ്ങളെ പിന്നിൽ നിന്ന് കുത്തുകയാണ് വിനായകൻ എന്ന പൊതുശല്യം. ലൈംഗിക അവയവങ്ങളുടെ പേരുകൾ വിളിച്ചു പറഞ്ഞും കേട്ടാലറയ്ക്കുന്ന തെറി വിളിച്ചാലും പേടിച്ച് മിണ്ടാതെ സ്ത്രീകൾ മാറിപ്പോകും. അത് പണ്ട് ആ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. മാധ്യമ പ്രവർത്തകരെ സ്ത്രീ ശരീരങ്ങൾ എന്ന് എടുത്തു പറയാൻ ഉത്സാഹം കാണിക്കുന്ന നിങ്ങൾ ദളിത് വിഭാഗത്തിന് വേണ്ടി ഒരു സമരവും നടത്തിയിട്ടില്ല, നടത്തുന്നുമില്ല. എറണാകുളത്ത് സ്വന്തം ഫ്ളാറ്റിലിരുന്ന് സിനിമാക്കാരനെന്ന പ്രിവിലേജ് എടുത്ത് ബാൽക്കണിയിലിരുന്ന് നഗ്നത പ്രദർശിപ്പിക്കുന്ന ഒരു പൊതുശല്യം മാത്രമാണ് ഇപ്പോഴും നിങ്ങൾ. സ്ത്രീക്കെതിരെ പരസ്യമായ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വൃത്തികേട് പറയുമ്പോൾ അതിനെതിരെ ഉയരുന്ന സമൂഹ പ്രതിഷേധങ്ങളെ മറികടക്കാമെന്നുള്ള വ്യാമോഹം മാത്രമാണ് ജാതി എടുത്തു പറഞ്ഞുള്ള നിങ്ങളുടെ ഇരവാദം. അവകാശ സമരങ്ങൾ ഇപ്പോഴും തുടരുന്ന ദളിത് വിഭാഗമോ വിവേചനങ്ങളുടെ വേദന ഇപ്പോഴും അനുഭവിക്കുന്ന, അതിനെതിരെ പൊരുതുന്ന ഒരാണും പെണ്ണുമോ നിങ്ങളെന്ന വിഴുപ്പിനെ ഏറ്റെടുക്കില്ല. ദളിത് ആക്ടിവിസ്റ്റുകൾക്കെതിരെ നിങ്ങൾ നടത്തിയ അശ്ലീല സംഭാഷണങ്ങൾ ആരും മറന്നിട്ടില്ല. വിമർശനങ്ങൾക്ക് മറുപടിയില്ലെങ്കിൽ കേട്ടാലറയ്ക്കുന്ന പച്ചത്തെറി വിളിക്കുന്നതും ആ പച്ചത്തെറിയൊക്കെ സ്വത്വവാദമാണെന്ന് പറയുന്നതുമൊക്കെ കേട്ട് കൈയടിക്കാൻ താങ്കളുടെ കൂടെ നിൽക്കുന്നത് അവകാശ സമരങ്ങൾ നടത്തുന്ന ദളിത് വിഭാഗമല്ല, വെറും പെർവേർട്സുകൾ മാത്രമാണ്. അവരല്ല കേരളം, നല്ല കലാകാരന്മാരാണ്. താങ്കൾ കമ്മട്ടിപ്പാടവും ജയിലറും പോലുള്ള സിനിമകൾ, നിങ്ങളുടെ ഗംഭീര പ്രകടനങ്ങൾ ഞാനടക്കമുള്ള മാധ്യമ സ്ത്രീ ശരീരങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടതാണ്, പ്രോത്സാഹിപ്പിച്ചതാണ്. പക്ഷേ അതിനർത്ഥം ആ പ്രിവിലേജ് കൊണ്ട് നിങ്ങൾ പറയുന്ന അശ്ലീലത്തെ പുരോഗമനമെന്ന് കരുതുമെന്നോ കേട്ട് പേടിച്ച് മിണ്ടാതിരിക്കുമെന്നോ അല്ല. ഇനിയും വിമർശിക്കും, ആവശ്യമെങ്കിൽ ഷോക്ക് ചികിത്സ നൽകുമെന്ന് പറയുകയും ചെയ്യും. പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി.
പേരിലെ വാളെടുത്ത് പറഞ്ഞ് ജാതി അധിക്ഷേപം നടത്തുകയാണ് ഞാനെന്ന ആരോപണങ്ങളുമായി നിങ്ങളുടെ പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾക്ക് ഒരു കവിതയിലെ 2 വരികൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പുലയാടി മക്കൾക്ക് പുലയാണ് പോലും, പുലയന്റെ മകനോട് പുലയാണ് പോലും. പുലയാടി മക്കളെ പറയുമോ നിങ്ങൾ? പറയനും പുലയനും പുലയായതെങ്ങനെ? പറയനും പുലയനും പുലയായതെങ്ങനെ? പറയുമോ പുലയാടി മക്കളെ? ഈ കവിത എഴുതിയ ആ കുറിപ്പ് എൻ്റെ അച്ഛനാണ്. അതാണ് ഈ വിമർശനങ്ങൾക്ക് എനിക്കുള്ള മറുപടി. ഇതായിരുന്നു അപർണ കൊടുത്ത മറുപടി. ഇതിലും വലിയ മറുപടിയൊന്നും അയാൾക്ക് കിട്ടാനില്ല എന്നുള്ളത്. കാരണം ജാതിക്കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ പലപ്പോഴും ചർച്ച ഈ മാധ്യമ പ്രവർത്തകരെ ആരെ അധിക്ഷേപിക്കും. ഉമ്മൻചാണ്ടി ചത്തപ്പോൾ എൻ്റെ അച്ഛനും ചത്തു, നിന്റെ അച്ഛനും ചത്തു, ഉമ്മൻചാണ്ടിയും ചത്തു. അപ്പോൾ അതിനുശേഷം VS-ന്റെ മരണത്തിൽ ഇയാൾ അനുശോചനം അറിയിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കാൻ പോയപ്പോൾ ഇയാൾക്കെതിരെ വലിയ വിമർശനം ഉണ്ടായപ്പോൾ പറഞ്ഞു, ചാണ്ടിയുടെ അമ്മയുടെ നായര്, അതായത് ഉമ്മൻചാണ്ടിയുടെ അച്ഛനെ വിളിക്കാൻ ചാണ്ടിയുടെ അമ്മയും വിളിച്ചു, ചാണ്ടി ഉമ്മൻ്റെ അച്ഛനയ്ക്കും വിളിച്ചു, അമ്മയ്ക്കും വിളിച്ചു. അപ്പൊ എന്ത് തനിക്ക് പറയാം എന്ന് ഒരു വൃത്തികെട്ട മനോഭാവം. അറിയാം മാപ്രകളെ, നീയൊക്കെ നിന്റെ കുടുംബം പോറ്റാൻ വേണ്ടി പെടുന്ന പാടാണെന്ന് ചാനലിൽ അന്തിച്ചർച്ച നടത്തി അവിടെയും വിനായകനെ വിറ്റ് നിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും ഓണക്കോടിക്കുള്ള വകയൊപ്പിച്ചു. അതല്ലേ സത്യം? എൻ്റെ സമൂഹത്തിന് ഞാൻ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ പറയുന്ന നാണക്കേടിനേക്കാൾ വലുതാണ് അപർണെ നിന്നെപ്പോലെയുള്ള മാധ്യമ സ്ത്രീ ശരീരങ്ങൾ ഈ സമൂഹത്തിനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന വിവരക്കേട്. പുലയാടികളുടെ വീട് ചെറ്റക്കുടിലിൽ, ആ വീട്ടിൽ പുലയാടനും പുലയാടിയും പുലയാടി മക്കളും സംസാരിക്കുന്നത് പുലഭ്യം. അത് നിന്നെപ്പോലുള്ള മാപ്രകൾക്ക് അസഭ്യം. ഇങ്ങനെയാണ് വിനായകൻ പോസ്റ്റ് ഇട്ടിരുന്നത്. മൊത്തത്തിലൊരു പുലയാടി കളിയാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ അവിടെ നിന്നും വരുന്നുണ്ട് പുലയാടി, ഇവിടെ നിന്നും വരുന്നത്. ഈ പുലയാടി എന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ട് വാക്കൊന്നുമല്ലല്ലോ. ചിലരത് ഒരു അസഭ്യ വാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. പുലയൻ്റെ മക്കൾ എന്നാണ് അതിനെ കവി ഉദ്ദേശിച്ചേക്കുന്നത്. അതായത് പുലയ വർഗത്തിൽപ്പെട്ട ആൾക്കാർ. പക്ഷേ വിനായകൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സ്വബോധം ഉള്ള സമയങ്ങൾ വളരെ കുറവാണ് എന്നുള്ളതാണ്. സ്വബോധം ഉള്ളപ്പോൾ അദ്ദേഹം മാപ്പ്, ക്ഷമ, അതേപോലുള്ള സാധനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരാറുണ്ട്. ബാക്കി ഏറിയ പങ്കും ഇതാണ് അവസ്ഥ. ഫേസ്ബുക്കിൽ മാത്രമല്ല പരിസരവാസികൾക്കും ഒരു പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം സിനിമയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് സിനിമാ രംഗത്ത് വളരെ സജീവമായതാണ്. പക്ഷേ ഇതേപോലെ ഒരു സ്വഭാവ സവിശേഷതയുള്ള ഒരു നടനെ മറ്റുള്ളവർ സഹിക്കേണ്ട ബാധ്യതയില്ലല്ലോ. അതെ. ഇപ്പോൾ നവ്യ നായർ അഭിനയിച്ച ഒരു സിനിമയിൽ ഇദ്ദേഹം നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു. പക്ഷെ അതിൻ്റെ പ്രൊമോഷന് വന്നിട്ട് ഇദ്ദേഹം എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അത് ആ സിനിമയുടെ വിജയത്തെ തന്നെ വളരെ പ്രതികൂലമായിട്ട് ബാധിച്ചിരുന്നു. അപ്പോൾ ഇത് വിനായകനെ ഒരു സിനിമയിൽ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ ആ റിസ്ക്കും കൂടി ഏറ്റെടുക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. വിനായകൻ എന്തെങ്കിലുമൊക്കെ ഇതേപോലുള്ള വർത്തമാനങ്ങളിൽ ഏർപ്പെടും. അത് വിനായകൻ അഭിനയിച്ച ചിലപ്പോൾ കഥാപാത്രം അങ്ങനെ ആയിരിക്കില്ല. പക്ഷേ വിനായകൻ അഭിനയിച്ച സിനിമ എന്ന നിലയിൽ ഇപ്പോൾ ദിലീപിന് പറ്റില്ലേ? നല്ല സിനിമകൾ ദിലീപിൻ്റെ പേരിൽ വരുന്നുണ്ട്. പക്ഷേ ഒരു വലിയൊരു സമൂഹം ദിലീപിനെ മാറ്റി നിർത്തിയേക്കുകയാണ്. അതേപോലെ വിനായകനെയും ബഹിഷ്കരിക്കും. വിനായകൻ്റെ പേരിൽ വിനായകനുമായി സഹകരിക്കുന്ന മറ്റ് സിനിമാ താരങ്ങൾക്കും ആ പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ ജയിലർ പോലുള്ളൊരു സിനിമയിൽ അത് രജനീകാന്ത്, സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ എതിർ നിന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രജനീകാന്ത് അല്ലാതെ മറ്റേതെങ്കിലും ഒരു താരമാണ് അഭിനയിച്ച ആ സിനിമ വരുന്നത്. വിനായകൻ ഉള്ളത് കൊണ്ട് മാത്രം ചിലപ്പോൾ ആ സിനിമ പരാജയപ്പെട്ടെന്നിരിക്കും. നിലവിലെ സ്ഥിതി അതാണ്. അത് വിനായകൻ കൂടി മനസ്സിലാക്കണം. വിനായകനെ ഉൾക്കൊള്ളുന്ന സിനിമാ സമൂഹവും കൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ല, ഇങ്ങനെ പിന്നെ മാധ്യമ പ്രവർത്തകരുടെ സ്ത്രീ ശരീരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അധിക്ഷേപിക്കുമ്പോൾ അത് അയാൾ എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതൊക്കെ? അടിച്ച സാധനത്തിൻ്റെ പവർ അതിനപ്പുറം ഒന്നുമില്ല. കത്തിക്കുന്നതായിരിക്കും.